ഏവർക്കും കുട്ടീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മുടെ കുസൃതി കുട്ടി എഴുന്നേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ട് റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ, ഒരു യാത്ര പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര പോയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമല്ല പോയിരിക്കണേ, എറണാകുളം ബ്രോഡ്വേയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രോഡ്വേ പോയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അപ്പോൾ നമ്മളെ കുട്ടീസിൻ്റെ അമ്മ ഒരു പുതിയ സംരംഭം തുടങ്ങുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോഡ്വേയിൽ പോയിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ കുസൃതിക്കുട്ടി അവിടുത്തെ ബായുമായിട്ട് നല്ല അടുപ്പത്തിലായ കേട്ടോ. അവിടെ പിന്നെ പുള്ളിക്കാരനായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അങ്ങനെ കിടക്കി, ക്ഷീണം കാരണം ഞങ്ങൾ കിടന്നൊക്കെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. അറിയാലോ നമ്മളെ ആൾ കുസൃതി കുട്ടിയാണ്. ഏറ്റവും അവസാനം അവിടെ എന്ന് വെച്ചാൽ ബായുടെ കൂട്ടത്തിൽ സഹായിക്കാനായിട്ട് ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് വണ്ടി ഉന്താനുള്ള താല്പര്യത്തിൽ ആൾ പുറകെ കൈയൊക്കെ കെട്ടി ആ വണ്ടിയുടെ പുറകെ നടക്കുക കേട്ടോ. നേരെ ഉന്തിക്കൊണ്ട് വന്ന് ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നെയൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ പുള്ളിക്കാരനെ നോക്കി ഏറ്റവും അവസാനം ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങാനായിട്ട് പോകാൻ നേരത്തായിരുന്നു ആളവിടെ അടുക്കി വെച്ച ഓരോ സാധനങ്ങൾ എടുത്തേണ്ടി വന്നത് കേട്ടോ. ഞാൻ ആദ്യം ഷോപ്പിംഗ് നടത്തും എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങാൻ പോയ സമയത്ത് അവിടുത്തെ ചേച്ചിയുടെ കൂട്ടത്തിൽ പോയിരുന്നുണ്ട് ആൾ. അവിടെ ഓരോന്നോരോന്ന് ആ ചേച്ചി എടുത്തു വെക്കും, ആളവിടെ നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റും. അങ്ങനെ ഓരോരോ കുസൃതികളായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ആ ചേച്ചി അടുക്കി വെച്ച സ്ഥലത്ത് അവൾ മൊത്തം അത് കൊളാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഏറ്റവും അവസാനം ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് തുടങ്ങി കേട്ടോ. ഷോപ്പിംഗ് തുടങ്ങിയ സമയത്ത് ആൾ ഓരോ സൈഡിൽ പോയിരുന്നുണ്ട്, ഓരോ കമ്മലും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഏറ്റവും അവസാനം അവിടുന്ന് ഒരു ചേച്ചി വന്ന് ഒരു ബലൂൺ കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സന്ധ്യ എന്ന് പറയുന്ന ഈ ചേച്ചി കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി വന്ന് തന്നെ ഓരോരോ കാര്യങ്ങൾ കാണിച്ച് തന്ന് നമുക്ക് എടുക്കാനൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നത്. അവിടെ ഇരുന്ന ആൾ ആ സിസർ താഴ്ത്തിട്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള കട കേട്ടോ. ഈ കടയുടെ പേരെന്ന് പറഞ്ഞാൽ കടയുടെ പേര് സൂര്യ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കളക്ഷനുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും കേട്ടോ. വിലക്കുറവാണ് എല്ലായിടത്തേലും. ബ്രോഡ്വേയിൽ എവിടെ ചെന്നാലും നമുക്ക് ഇരട്ടി വിലയിൽ കൊടുക്കേണ്ടി വരും നമ്മൾ സാധനങ്ങൾ എടുത്താൽ. എന്നാൽ ഈ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തപ്പോഴും അതിൻ്റേതായിട്ടുള്ള റേറ്റ് കുറവിലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല കളക്ഷനുകളാണ്, ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ സംരംഭമാണ്, അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകണം. അപ്പോൾ എൻ്റെ വൈഫ് തുടങ്ങുന്ന, അതായത് പിള്ളേർക്ക് പറ്റിയ ക്ലിപ്പുകളും റാകളും ഒക്കെയാണ് ആളുണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൾ ഓടിക്കളഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തേണ്ടിരുന്ന സമയത്ത് ആളോടി. പിന്നെ ആ ചേച്ചിയുടെ അടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞ് നിന്ന് കേട്ടോ. ആ ബലൂണായിട്ടൊക്കെ പോയി ഏറ്റവും അവസാനം ആ ബായിയുടെ കവിളത്തൊക്കെ പോയി ആൾ ഭയങ്കരമായിട്ട് കിള്ളിയൊക്കെ നോക്കി കേട്ടോ. പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ബഹളം വെച്ച് അവിടെ മഴ ആയതുകൊണ്ട് ഒരു കുട മേടിക്കണമെന്നായി കേട്ടോ. ഏറ്റവും അവസാനം ഞങ്ങൾ പോയി ഒരു കുട മേടിച്ചു. ആ കുട അപ്പം തന്നെ ഞങ്ങൾ ഒടിച്ച് കളഞ്ഞു കേട്ടോ. ഒടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നൈസായിട്ടൊന്ന് ആൾ വീണ് കേട്ടോ. വീണപ്പോഴത്തേക്കും അതൊന്ന് നൈസായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കുടയൊക്കെ ആയിട്ട് അവിടെ ആ കടയിൽ അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. കടയിലങ്ങനെ കറങ്ങി നടന്ന് ഏറ്റവും അവസാനം അവിടെ വന്നൊരു ചേച്ചിയായിട്ടൊക്കെ ഇങ്ങനെ കമ്പനി ആയിട്ടോ ആൾ. പിന്നെ ഏറ്റവും അവസാനം അവിടെ നടന്ന് ഏറ്റവും അവസാനം കരച്ചിലും ബഹളമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോയി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രോഡ്വേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സിൻ്റെ ആണെങ്കിലും എന്താ പറയുക, തയ്യലിൻ്റെ, ബ്രോഡ്വേ ഇല്ലാത്ത കടകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ പോയി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇനി ആ ഒരു പുതിയ വീഡിയോ വരും വരെ ബൈ.